ഉം, നീ എന്താണ് പറഞ്ഞു വരുന്നത് കൊക്കെ? ഞാൻ എല്ലാവരുടെ അടുത്ത് ചെന്ന് ഇത് പറയാനോ? മടി മാറ്റിയിട്ട് കഷ്ടപ്പെടാൻ പറയാനോ? പിന്നെ കാട് വൃത്തിയാക്കാൻ പറയണോ? പക്ഷേ ഞാൻ എല്ലാ മൃഗങ്ങളുടെയും വീട്ടിലേക്ക് ചെന്ന് ഇത് പറയണമെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ വളരെ ക്ഷീണിതനായിരിക്കും. എനിക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം താ. കുറച്ച് സമയമല്ലേ? ശരി, അങ്ങ് ഒരു ദിവസത്തെ സമയം എടുത്തോളൂ. എന്നിട്ട് നാളെ രാത്രിയോടെ തന്നെ ഈ ജോലി നമുക്ക് തുടങ്ങണം. എന്തു ഒരു ദിവസവും? കുറഞ്ഞത് 2-3 വർഷത്തെ സമയമെങ്കിലും താ സഹോദര. മടിയരായ മൃഗങ്ങളും അധ്വാനിയായ കൊക്കും. ഡ്രീംലാൻഡ് കാട്ടിൽ പുലർച്ചെ ആയതേ ഉള്ളായിരുന്നു. ലാലു കോഴിയുടെ ദേഹത്ത് സൂര്യന്റെ കിരണങ്ങൾ വീണു. അവൻ കണ്ണു തുറന്നു. അയ്യോ, ഈ സൂര്യൻ എന്തിനാ രാവിലെ എത്രയും നേരത്തെ എണീക്കുന്നേ? ഇവനിത് അറിയില്ലേ കോഴികൾ കൂവിയാലാണ് സൂര്യൻ എണീക്കേണ്ടതെന്ന്? നിങ്ങൾ കോഴികളൊക്കെ മടിയന്മാരായിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും സൂര്യൻ നേരത്തെ എണീക്കുന്നത്. നീ വല്ലാതെ സംസാരിക്കണ്ട. കോഴി അപ്പൊ തന്നെ ചാടി ഒരു കല്ലിലിരുന്നു കൂവാൻ തുടങ്ങി. അതെ, എന്തിനാ ചുവന്ന കോഴി ഇത്രയും നേരത്തെ കൂവുന്നത്? ഞാനൊന്ന് ഉച്ചവരെ മയങ്ങാൻ പോവായിരുന്നു. ആണോ? നിങ്ങൾ ഉച്ചവരെ കിടന്നുറങ്ങിയാലേ ഉച്ചവരെ ഞങ്ങൾ എന്താ പട്ടിണി കിടക്കണോ? നിങ്ങൾ എണീറ്റ് പോയി ആഹാരം തപ്പിയിട്ട് വാ. ഭക്ഷണം തേടാൻ വേണ്ടി ഞാൻ എന്തിനാ ഒറ്റയ്ക്ക് പോകുന്നത്? നിനക്കും എന്റെ കൂടെ വരാൻ പാടില്ലേ? ഞാനും കൂടെ നിങ്ങളുടെ കൂടെ വന്ന ഈ പിള്ളാരെ ആര് നോക്കും മനുഷ്യ? മീങ്കു നോക്ക്, അമ്മ ഇതെന്താ പറയണേ? നമ്മളെ നോക്കുന്നത് അമ്മയാണെന്ന്. അച്ഛാ, അച്ഛൻ പോയി കഴിയുമ്പോ അമ്മ നേരെ ബുൾബുൾ ചിറ്റയുടെ വീട്ടിൽ പോകും. എന്നിട്ട് അവിടെ ചെന്ന് അവിടുത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വൈകുന്നേരം വരെ സമയം കളയും. അസത്തെ മിണ്ടാതിരുന്നൂടെ നിങ്ങക്ക്? അപ്പുറത്ത് ചോട്ടുമാനും ഉറക്കത്തിന്ന് എണീറ്റു. മമ്മി, എന്താ ഈ രാവിലെ തന്നെ? ഞാൻ ആലോചിക്കുന്നത് ഇതാണ്. നമുക്കൊരിക്കലും വിശന്നിരുന്നില്ലെങ്കിൽ, രാവിലെ ആയില്ലെങ്കിൽ, രാത്രി ആയില്ലെങ്കിൽ ജീവിതം എന്ത് രസമായേനെ. നമുക്ക് ഉറങ്ങിയാൽ മാത്രം മതി, സമാധാനമായിട്ടിരിക്കാം. എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല, ഭക്ഷണം തേടി പോകേണ്ട ആവശ്യവും ഇല്ല. ഒരു ദിവസം മിങ്കു കൊക്ക് ഈ കാട്ടിൽ വന്നു. ശ്ശേ, എന്ത് വൃത്തിയില്ലാത്ത കാടായത്. ഇവിടെയുള്ള മൃഗങ്ങൾക്ക് വൃത്തിയൊന്നുമില്ലേ? അവൻ ആ കാട്ടിൽ 2 ദിവസം നിന്നു. കാട്ടിലെ മൃഗങ്ങളുടെ മടിയൻ സ്വഭാവം കണ്ട് അവന് സങ്കടം വന്നു. കൊക്ക് നേരെ രാജാവായ ഷേർഖാന്റെ അടുത്ത് പോയി. എന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നീ എന്താണ് പറഞ്ഞു വരുന്നത് കൊക്കെ? ഞാൻ എല്ലാവരുടെ അടുത്ത് ചെന്ന് ഇത് പറയാനോ? മടി മാറ്റിയിട്ട് കഷ്ടപ്പെടാൻ പറയാനോ? പിന്നെ കാട് വൃത്തിയാക്കാൻ പറയണോ? പക്ഷേ ഞാൻ എല്ലാ മൃഗങ്ങളുടെയും വീട്ടിലേക്ക് ചെന്ന് ഇത് പറയണമെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ വളരെ ക്ഷീണിതനായിരിക്കും. എനിക്ക് ചിന്തിക്കാൻ കുറച്ച് സമയം താ. കുറച്ച് സമയമല്ലേ? ശരി, അങ്ങ് ഒരു ദിവസത്തെ സമയം എടുത്തോളൂ. എന്നിട്ട് നാളെ രാത്രിയോടെ തന്നെ ഈ ജോലി നമുക്ക് തുടങ്ങണം. എന്തു ഒരു ദിവസവും? കുറഞ്ഞത് 2-3 വർഷത്തെ സമയമെങ്കിലും താ സഹോദര. എന്റെ ദൈവമേ, ഈ കാട്ടിലെ രാജാവ് വരെ വലിയ മടിയനാണല്ലോ. ഈ കാട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊക്ക് തടാകത്തിന്റെ അടുത്തു പോയിരുന്നു. തടാകത്തിന്റെ അകത്തും കുറെ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു. കൊക്കിനാകെ വിഷമമായി അവിടെ നിന്ന് നടന്നു. അവൻ ഈ കാടിനെ വിട്ടു പോകാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അതിനു മുമ്പ് പെട്ടെന്ന് അവൻ എന്തോ ഒന്ന് ചിന്തിച്ചു. മാന്ത്രിക ജലദേവത. പെട്ടെന്ന് അവന്റെ മുഖത്ത് ചിരി വന്നു. വൈകുന്നേരം ആയപ്പോൾ ലാലു കോഴിയുടെ അടുത്ത് വന്നു. കല്ലിൽ കയറിയിരുന്നു നിലവിളിക്കാൻ തുടങ്ങി. എല്ലാവരും കേൾക്കൂ, ഡ്രീംലാൻഡ് കാട്ടിലെ എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കൂ. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും പക്ഷികളും രാജാവായ ഷേർഖാനും അവിടെ വന്നു. എന്താ പറയാനുള്ളത്? എന്തിനാ രാവിലെ തന്നെ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഇത് പറയൂ. നിങ്ങളിൽ ആർക്കൊക്കെ ഇത് വേണം? ആർക്കൊക്കെയാണ് ആഗ്രഹമുള്ളത് ഒരു ജോലിക്കും പോവാതെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ? ഞങ്ങൾ എല്ലാവർക്കും അങ്ങനെയുള്ള ജീവിതമാണ് വേണ്ടത്. അപ്പോഴേക്കും ഷേർഖാൻ അത്ഭുതത്തോടെ ചോദിച്ചു, അങ്ങനെ പറ്റുമോ? ഇന്നലെ വൈകുന്നേരം ഞാൻ കുളക്കരയിൽ ഇരിക്കുമ്പോൾ ഒരു മാന്ത്രിക ജലദേവത പ്രത്യക്ഷപ്പെട്ടു. അവരെന്നോട് പറഞ്ഞു, ഞാൻ ഈ കാട്ടിലെ മൃഗങ്ങൾക്ക് ഒരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ആർക്കും എന്തു വേണമെങ്കിലും ചോദിക്കാം, അവരെന്താഗ്രഹവും സാധിച്ചു തരും. ഇത് കൊള്ളാലോ. എങ്കിൽ ഞങ്ങൾ എല്ലാവരും അവരോട് ഇത് ചോദിക്കും, ഞങ്ങൾക്ക് ഒരിക്കലും ജോലി ചെയ്യേണ്ടി വരരുതെന്ന്. ഭക്ഷണം കഴിച്ചും കുടിച്ചും വിശ്രമിച്ചും സന്തോഷത്തോടെ ജീവിക്കണമെന്ന്. അതെ, ഞാനും അതുതന്നെ അവരോട് പറഞ്ഞത്.
അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എൻ്റെ 2 സഹോദരിമാരെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും ആഗ്രഹം സാധിച്ചു തരാമെന്ന്. എന്നാൽ അവരുടെ 2 സഹോദരിമാർക്കും വൃത്തിയും വെടുപ്പും ആവശ്യമാണ്. പിന്നെ മടിയന്മാരായ മൃഗങ്ങളെ അവർക്ക് ഇഷ്ടമല്ല. നിങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അവരറിഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ നിന്ന് പോവും. അതേ കൊക്കെ, ഇങ്ങനെ ഒരു അവസരം പാഴാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആ ജലദേവതയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ കാടിന്റെ രൂപം തന്നെ മാറ്റാൻ ഞങ്ങൾ തയ്യാറാ. പ്രിയപ്പെട്ട കാട്ടുവാസികളെ, നമ്മളെല്ലാവരും കഠിനാധ്വാനം ചെയ്യാതെ ജീവിതം നയിക്കണമെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കഷ്ടപ്പെടുക. നമുക്ക് ഈ കാടൊന്ന് വൃത്തിയാക്കാം. കഷ്ടപ്പെട്ട് തന്നെ ഭക്ഷണം കഴിക്കാം. ഞങ്ങളെല്ലാരും അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ എല്ലാ മൃഗങ്ങളും കാട് വൃത്തിയാക്കാൻ മുതിർന്നു. അതുകൂടാണ്ട് എല്ലാവരും നേരത്തെ എണീക്കും. സമയത്ത് ആഹാരം തപ്പാൻ പോകും. കഴിക്കുന്ന ആഹാരത്തിന്റെ ബാക്കി വലിച്ചെറിയാതെ ഒരു കൊട്ടയിന്റെ അകത്ത് അവര് മാറ്റിവെക്കും. അത് കാരണം കാടും നല്ല വൃത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റി. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂട്ടം ചേർന്ന് മിങ്കു കൊക്കിന്റെ അടുത്തേക്ക് വരും. മിങ്കു കൊക്കെ, നീയല്ലേ പറഞ്ഞത് 3 ദിവസത്തിന് ശേഷം ജലദേവതകൾ ഇങ്ങോട്ട് വരുമെന്ന്? പറയൂ, അവരെന്താ ഇപ്പോഴും വരാത്തത്? നിങ്ങളെല്ലാവരും ഇത് കേൾക്കണം. ദിവസങ്ങൾക്ക് മുൻപ് ഈ കാട്ടിൽ മാലിന്യത്തിന്റെ ദുർഗന്ധം വമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പൂക്കളുടെയും മരങ്ങളുടെയും സുഗന്ധം പരക്കുന്നു. മാലിന്യം നിറഞ്ഞിരുന്ന കുളത്തിലെ വെള്ളം ഇപ്പോൾ വളരെ ശുദ്ധമാണ്. എന്നിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതം പാഴാക്കി ആരോഗ്യം നശിപ്പിക്കുകയാണ്. അതിപ്പോൾ ശരിയായില്ലേ? നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ഇത്രയും കിട്ടിയതിന് ശേഷം ഇനി ജലദേവതയുടെ ആവശ്യമുണ്ടോ? നീ എന്തായി പറഞ്ഞു വരുന്നത്? ഞാൻ ജലദേവതയെക്കുറിച്ച് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ മടിയെല്ലാം മാറ്റിയത്. മാത്രമല്ല നമ്മുടെ കാടിനെ വൃത്തിയാക്കി സൂക്ഷിക്കാൻ തയ്യാറായത്. ഒരുമിച്ച് എല്ലാവരും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടത്. ഇത് കേട്ടപ്പോൾ എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഞെട്ടലായി. കൊക്കിനോടുള്ള ദേഷ്യം അവർക്ക് കൂടി കൂടി വന്നു. നീ ഞങ്ങളെ എല്ലാവരെയും വിഡ്ഢികളാക്കിയല്ലേ? നീ നോക്കിക്കോ, ഞങ്ങൾ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഷേർഖാനും ബാക്കിയുള്ള മൃഗങ്ങളും പക്ഷികളോടും ചർച്ച ചെയ്തു. കൊക്കിനെ ഒരു കൂട്ട് തടങ്കിലാക്കി. കൊക്കിന് അവൻ ചെയ്ത കാര്യത്തിന് കുറ്റബോധം തോന്നി. അടുത്ത ദിവസം 2 ആൾക്കാർ കാട്ടിലേക്ക് വന്നു. ദൈവമേ, ഈ മനുഷ്യന്മാരിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? അല്ല രാജേഷ്, നീയല്ലേ പറഞ്ഞത് ഈ കാട് വളരെ വൃത്തികെട്ടതാണെന്ന്? കാട്ടിലെല്ലായിടത്തും മാലിന്യം കിടക്കുന്നതെന്ന്, ഇവിടെയുള്ള കുളം പോലും വൃത്തികേടാണെന്ന്. പക്ഷേ ഇത് വളരെ മനോഹരമായ വൃത്തിയുള്ള കാടാണല്ലോ. അല്ല, ഞാൻ കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ഇതൊരു വൃത്തികെട്ട കാടായിരുന്നു. ഇതെങ്ങനെ വൃത്തിയായെന്ന് മനസ്സിലായില്ല. നമ്മൾ ഈ കാട് വെട്ടിത്തെളിച്ച് ഇവിടെ റോഡ് പണിയാൻ വേണ്ടി വന്നതല്ലേ. പക്ഷേ ഇത്ര മനോഹരമായ കാട് വെട്ടിത്തെളിക്കാൻ സർക്കാർ നമുക്ക് പെർമിഷൻ തരില്ല. വരൂ വരൂ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇതും പറഞ്ഞ് അവരവിടെ നിന്ന് പോയി. രാജാവായ ഷേർഖാൻ എല്ലാ മൃഗങ്ങളെയും പക്ഷികളെ ഒരുമിച്ച് ചർച്ചയ്ക്ക് വിളിച്ചു. മൃഗങ്ങളെ, കൊക്ക് നമ്മളോട് നുണ പറഞ്ഞിട്ട് ഈ കാട് വൃത്തിയാക്കിച്ചു. പിന്നെ കഠിനാധ്വാനത്തെക്കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കി. അതിലൊരു തെറ്റുമുള്ളതായി തോന്നുന്നില്ല. ഇന്ന് നമ്മുടെ കാട് വൃത്തിയും വെടിപ്പും ഇല്ലാത്തതായിരുന്നെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഇത് നശിപ്പിക്കാൻ തയ്യാറാവുമായിരുന്നു. ഇത് വൃത്തിയും വെടിപ്പുള്ളതായതുകൊണ്ട് അവർ തിരിച്ചുപോയി. ദൈവമേ, അപ്പോൾ നമ്മളെല്ലാവരും ഈ കാട്ടിൽ സുരക്ഷിതരായിരിക്കാൻ കാരണം കേവലം ആ ചെറിയ മിങ്കു കൊക്കാണല്ലേ? അങ്ങനെ കൊക്കിനെ അവർ തുറന്നു വിട്ടു. എന്നിട്ട് അവനോട് ചെയ്ത തെറ്റിന് മാപ്പും ചോദിച്ചു. പ്രിയപ്പെട്ട കൊക്കെ, ഇന്ന് ഞങ്ങൾ മടിയൊക്കെ മാറ്റി ഇപ്പൊ ഈ കാട് എങ്ങനെയാണോ കാണുന്നത് അതേപടി ഈ കാടിനെ ഞങ്ങൾ നിലനിർത്തുന്നതാണ്. ഞങ്ങൾക്ക് മനസ്സിലായി, കഠിനാധ്വാനം കൊണ്ട് പ്രയോജനം മാത്രമേ ലഭിക്കൂ, നഷ്ടമൊരിക്കലും ഉണ്ടാവില്ലല്ലോ. ഇത് കേട്ടപ്പോ കൊക്കിന് ഒരുപാട് സന്തോഷമായി. എല്ലാ മൃഗങ്ങളും ചേർന്ന് തടാകത്തിന്റെ അടുത്ത് തന്നെ അവനൊരു വീട് വെച്ചു കൊടുത്തു. അതിലവൻ സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങി. മൈന അതറിഞ്ഞതിനു ശേഷം കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചല്ലോ. സംസാരിച്ച പോലുമില്ല. നേരെ എവിടെ നിന്ന് കൊണ്ടുപോയി അതിനെ? എനിക്ക് തോന്നുന്ന മിട്ടു ആപത്തിലാണെന്ന്. നിങ്ങൾ എല്ലാവരും എന്തിനാ എന്റെ കുഞ്ഞിനെ ആപത്തിലാക്കിയത്? നീ ഒന്നോർത്തും വിഷമിക്കണ്ട ചിങ്കി. നമുക്ക് മിട്ടുവിനെ തക്കതായ സമയത്ത് ഈ കാട്ടിലേക്ക് കൊണ്ടുവരാം. വാ വാ, സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു കാട്ടിൽ ചിങ്കിക്കുരുവിയും മൂനുക്കുരുവിയും അവരുടെ കൂട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നു. പല മാസങ്ങളായി അവർ ഒരുമിച്ച് ജീവിച്ചാലും അവർക്ക് കുഞ്ഞുങ്ങളില്ല. അതുകൊണ്ട് ചിങ്കി ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരു ദിവസം നദിക്കരയിൽ ഇരുന്ന് പാവം ചിങ്കി കരഞ്ഞുകൊണ്ടിരുന്നു.
അപ്പൊ അത് കണ്ടു ആ നദിയിലെ വെള്ളത്തിൽ പെട്ടെന്ന് ഒരു കൂടെ ഒഴുകി വന്നുകൊണ്ടിരുന്നത്. ആഹാ, വെള്ളത്തിലായി കൂടി വരുന്നല്ലോ. അങ്ങനെ അത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ കൂട്ടിൽ ഒരു മുട്ടയും ഉണ്ടായിരുന്നു. ആഹാ, ഇത് മുട്ട പുതിയതാണല്ലോ. വേഗം ഇത് എടുത്തില്ലെങ്കിൽ ഈ മുട്ട നാശമാകും. അങ്ങനെ പറഞ്ഞ ചിങ്കിക്കുരുവി ഉടനെ കൊക്കുകൊണ്ട് മുട്ടയെടുത്ത് അതിന്റെ കൂട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പറവകളും കണ്ടു ചിങ്കിക്കുരുവി അതിന്റെ കൊക്കിലൊരു മുട്ട കൊണ്ടുപോകുന്നത്. അപ്പൊ എല്ലാവരും അതിന്റെ കൂടിനടുത്തേക്ക് വന്നു. നോക്കൂ, ദൈവം നൽകിയ വരമാണിത്. അയ്യോ, ഇതെങ്ങനെ സാധ്യമാകും? ചിങ്കിക്കുരുവി ആ മുട്ടയിലിരുന്ന് മുട്ടയെ ചൂട് പിടിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് ദൈവ കുഞ്ഞുങ്ങളെ തന്നല്ല, അതിന് പകരമായി മുട്ട വരമായി നൽകിയത്. ഇനി ഈ മുട്ട ഞാൻ തന്നെ നോക്കും. ഈ മുട്ടയ്ക്ക് വേണ്ടി ഞാൻ ജീവൻ തന്നെ നൽകും. ചിങ്കി എന്ത് പറഞ്ഞോ അതുപോലെ തന്നെ പെരുമാറി. മുഴുവനായി ആ മുട്ട വളരാൻ തുടങ്ങി. ഒരു ദിവസം ആ മുട്ടയ്ക്കകത്ത് നിന്ന് ഒരു കിളിയും പുറത്തു വന്നു. ആഹാ, എന്റെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നു. അത് കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. എന്നാൽ അതൊരു ചെറിയ തത്തമ്മ. അയ്യോ ചിങ്കി, ഇതൊരു തത്തയാണ്. ഇത് തത്തമ്മയായാൽ എന്താ, എന്റെ കുഞ്ഞാണ്. ഇന്നു മുതൽ ഇതിന്റെ അമ്മ ഞാനാണ്. ദൈവത്തിന് നന്ദി. ചിങ്കിയുടെ സന്തോഷത്തിന് ഇപ്പൊ അളവില്ലായിരുന്നു. അത് സമയത്തിന് മിട്ടുവിന് ഭക്ഷണം കൊടുത്തു. എല്ലാ വിധത്തിലും അതിനെ നന്നായി നോക്കി. 2 മാസം കൊണ്ട് മിട്ടു നന്നായി വളർന്നു. ഇപ്പൊ പറക്കാനും തുടങ്ങി. ആഹാ, എന്റെ കുഞ്ഞെത്ര മനോഹരമായ ആകാശത്ത് പറക്കുന്നു. ഇത് കാണുമ്പോ തന്നെ എനിക്ക് സന്തോഷം തോന്നുന്നു. ഇനി എനിക്കും എന്റെ കുഞ്ഞിനോടൊപ്പം ആകാശത്ത് പറക്കാൻ കഴിയും. അപ്പൊ കാട്ടിൽ എല്ലാവരും എന്നെ നോക്കും. ചിങ്കിയുടെ സന്തോഷം കണ്ട് മോനുവും സന്തോഷിച്ചു. ഇപ്പൊ അവർ 3 പേരും പറന്ന് ഒരുപാട് സ്ഥലത്ത് പറക്കാൻ തുടങ്ങി. മിട്ടു ഇപ്പൊ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങൾക്കും പിന്നെ അവളുടെ അമ്മയ്ക്കും ഓമന മകളായി മാറി. അപ്പൊ ഒരു ദിവസം എന്ത് സംഭവിച്ചെന്നോ, ഒരു മൈന ചീക്കയുടെ കൂടിനടുത്ത് വന്നു. അവിടെയുള്ള മിട്ടുവിനെ കണ്ടത് കരയാൻ തുടങ്ങി. എന്റെ കുഞ്ഞ് എത്ര വലുതായി വളർന്നു. അവസാനം ഞാൻ നിന്നെ തേടി കണ്ടുപിടിച്ചു. അങ്ങനെ മൈനയുടെ കരച്ചിൽ കേട്ട് എല്ലാ പറവകളും അവിടെ എത്തി. അപ്പൊ ചിങ്കി പറഞ്ഞു, ആരാ നീ? എന്റെ മിട്ടുകളെ എന്തിനാ നിന്റെ കുഞ്ഞെന്ന് പറയുന്നത്? കുറച്ചു ദിവസം മുന്നേ ഞാൻ കൂട്ടിൽ വെച്ചിരുന്ന മുട്ട കാണാതായിരുന്നു. അന്ന് മുതൽ ഞാനും അന്വേഷിച്ചു. നിനക്ക് കിട്ടിയ മുട്ട എന്റെ മുട്ടയാ. ദയവ് ചെയ്ത് എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു താ. ഇല്ല, ഇപ്പത് എന്റെ കുഞ്ഞാ. ഇവിടെ നോക്ക്, ഞാൻ മോശമായവളല്ല. ഒരു ചെറിയ തെറ്റുകൊണ്ട് എന്റെ മുട്ട എനിക്ക് നഷ്ടപ്പെട്ടു. ആ മുട്ട നിനക്ക് കിട്ടി, നീ വളർത്തി. നിനക്ക് ഒരുപാട് നന്ദി. ദയവ് ചെയ്ത് എന്റെ കുഞ്ഞിനെ തിരിച്ചതാ. ഇല്ല, ഇത് എന്റെ അമ്മയാണ്. അവരെ വിട്ട് ഞാൻ എവിടേക്കും വരില്ല. അപ്പ എല്ലാ പറവകളും ഇതിനെ കുറിച്ചാണ് സംസാരിച്ചത്. മിട്ടു ചിങ്കിയെ തന്നെ കെട്ടിപ്പിടിച്ച് നിന്നു. അതിന്റെ ശരിക്കുമുള്ള അമ്മയെ അത് നോക്കിയത് പോലുമില്ല. ചിങ്കി പക്ഷി, നിന്റെ നല്ല മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ മിട്ടുവിനെ അവന്റെ അമ്മയുടെ അടുത്തേക്ക് പോകണ്ടേ? അത് അവന്റെ അവകാശമാണ്. അത് കേട്ട് ചിങ്കിക്കുരയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നു. മിട്ടു പോകാനായി തയ്യാറായതേയില്ല. പക്ഷേ പറവകൾ പറഞ്ഞ കേട്ടല്ലേ പറ്റൂ. അതുകൊണ്ട് മിട്ടു അതിന്റെ സ്വന്തമായ അമ്മയുടെ കൂടെ പോയി. ചിങ്കി മിട്ടു പോയത് കണ്ട് ഒരുപാട് സങ്കടപ്പെട്ടു. മിട്ടുവും സങ്കടപ്പെട്ടു. പക്ഷെ അതിന് വേറെ വഴിയില്ലായിരുന്നു. കുറച്ചു നേരത്തിൽ അവർ 2 പേരും ആ കാട് വിട്ട് വളരെ ദൂരെയുള്ള മറ്റൊരു കാട്ടിൽ ചെന്നു. അവിടെ ചിങ്കി സങ്കടത്തിലായിരുന്നു. പക്ഷെ പെട്ടെന്ന് അതിനൊരു കാര്യം ഓർമ്മ വന്നു. അയ്യോ, ഞാനെങ്ങനെ ആ കാര്യം പറഞ്ഞത്? ആ മൈന പറഞ്ഞു മുട്ട കൂട്ടിൽ നിന്നാ കാണാതായതെന്ന്. പക്ഷേ എനിക്ക് കിട്ടിയപ്പോൾ കൂടോടെയല്ലേ മുട്ട കിട്ടിയത്. അത് കേട്ട് എല്ലാ പറവകളും ചിന്തിക്കാനായി തുടങ്ങി. അപ്പൊ ചിങ്കി വീണ്ടും പറഞ്ഞു, മൈന അത് അറിഞ്ഞതിനു ശേഷം കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചല്ലോ. സംസാരിച്ച പോലുമില്ല. നേരെ എവിടെ നിന്ന് കൊണ്ടുപോയി അതിനെ. എനിക്ക് തോന്നുന്ന മിട്ടു ആപത്തിലാണെന്ന്. നിങ്ങൾ എല്ലാവരും എന്തിനാ എന്റെ കുഞ്ഞിനെ ആപത്തിലാക്കിയത്? നീ ഒന്നോർത്തും വിഷമിക്കണ്ട ചിങ്കി. നമുക്ക് മിട്ടുവിനെ തക്കതായ സമയത്ത് ഈ കാട്ടിലേക്ക് കൊണ്ടുവരാം. വാ വാ, സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു.
അങ്ങനെ ആ പറവകളുടെ കൂട്ടം അവിടെ നിന്ന് പറന്നു. അപ്പുറത്ത് മിട്ടു അമ്മയെന്ന് പറഞ്ഞ മൈനയോടൊപ്പം ഒരു ഗുഹയ്ക്കടുത്ത് വന്നു. വാമോനെ പിട്ടു, അകത്ത് പോ, നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി ഒരുപാട് നേരം കാത്തിരിക്കുന്നു. മിട്ടു സങ്കടത്തിലായിരുന്നു. അതുകൊണ്ട് മിണ്ടാതെ ആ ഗുഹയ്ക്കകത്തേക്ക് പോയി. അകത്ത് പോയതിനു ശേഷം മിട്ടു ശ്രദ്ധിച്ചു, നീല നിറമുള്ള ഒരു മൈന കൂട്ടിലിരിക്കുന്നത്. അപ്പൊ അവിടേക്കൊരു കഴുക് വന്നു. കഴുകിനെ കണ്ട് മിട്ടു പേടിച്ചു. ആദ്യം യഥാർത്ഥ അമ്മയെ കണ്ടുമുട്ട്, അത് കഴിഞ്ഞ് രാത്രി ഞാൻ നിങ്ങളെ തിന്നോളാം. അങ്ങനെ പറഞ്ഞ കഴുക് മിട്ടുവിനെയും ആ കൂട്ടിൽ അടച്ചു വെച്ചു. മൈനെ വരൂ, നമുക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. അത് കഴിഞ്ഞ് ഇവരുടെ കാര്യം നമുക്ക് നോക്കാം. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും ഗുഹയ്ക്ക് പുറത്തേക്ക് വന്നു. നീല നിറത്തിലുള്ള മൈന മിട്ടുവിനെ കെട്ടിപ്പിടിച്ചു. നിങ്ങൾ ആരാ? എന്നെ കൊണ്ടുവന്ന ആ മൈന ആരാ? ആ കഴുക ആരാണ്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? എനിക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പൊ ചിങ്കിക്കുരുവിയും അതിന്റെ കൂട്ടത്തിനോടൊപ്പം അവിടെ വന്നു. മിട്ടു, ഇപ്പോഴാ മൈന കഴുകിനോടൊപ്പം പുറത്തു പോകുന്നത് കണ്ടത്. നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ? അമ്മി, നിങ്ങൾ എത്തി. നിങ്ങളെ കാണാതെ മരിച്ചു പോകുമെന്ന് വിചാരിച്ചു ഞാൻ. ഇല്ല മോനെ, അങ്ങനെയൊന്നും പറയരുത്. അവരോടൊപ്പം വന്ന മൂങ്ങ കൂട് തുറന്നു കൊടുത്തു. രണ്ടുപേരും പുറത്തേക്കും വന്നു. മിട്ടു, നിന്റെ കൂടെയുള്ള പുതിയ മൈന ആരാണ്? നിങ്ങൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. സംഭവിച്ചത് എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. മിട്ടു, നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന മൈന എന്റെ അനിയത്തിയാണ്. അവൾക്ക് പ്രസവിക്കാൻ പറ്റാത്ത ഒരു അസുഖമുണ്ട്. അതുകൊണ്ട് എന്റെയും നിന്റെ അച്ഛനെയും കാണുമ്പോൾ അവൾക്ക് ഒരുപാട് അസൂയാണ്. എന്നെ നശിപ്പിക്കാനാണ് അവൾ ആ കഴുകിനോടൊപ്പം നടക്കുന്നത്. ഒരു ദിവസം ഞാനൊരു മുട്ടയിട്ടു. അപ്പോഴാണ് ആ പ്രാവ് വന്ന് പറഞ്ഞത് എന്റെ അനിയത്തി കാരണം മുട്ടയ്ക്കും എനിക്ക് ആപത്തുണ്ടെന്ന്. അപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ആ കൂടിനോടൊപ്പം നിന്നെ അയച്ചത്. നീ നന്നായിരിക്കണമെന്ന് കരുതി. അതിനുശേഷം കഴുകു നിന്റെ അച്ഛനെ കൊന്നു കളഞ്ഞു. എന്നെ കൂട്ടിലിട്ട് അടച്ചും വെച്ചു. അവര് പറഞ്ഞു മുട്ട കണ്ടുപിടിച്ച് നിന്റെ കൺമുന്നിൽ തന്നെ കൊല്ലുമെന്ന്. അന്ന് മുതൽ മൈന മുട്ട അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. അതുകൊണ്ടാ നീ രക്ഷപ്പെട്ട് ഇപ്പൊ നീ എന്റെ മുന്നിൽ വളർന്നു വന്ന് നിൽക്കുന്നത്. സത്യമാ മോളെ, നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ നിന്നെ ഞങ്ങൾ അന്ന് പറഞ്ഞു വിട്ടത്. അത് കേട്ട എല്ലാ പറവകളും ഒരുപാട് ആശ്ചര്യപ്പെട്ടു. അപ്പം മിട്ടു അവന്റെ സത്യമായ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, നിങ്ങൾ എനിക്ക് ജീവൻ നൽകി. പക്ഷെ എന്നെ നന്നായി നോക്കിയ ഒരമ്മയുണ്ട്. അവരല്ലാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. നിങ്ങളും ഞങ്ങളോടൊപ്പം തന്നെ വരൂ അമ്മേ. ചേച്ചി, മിട്ടു പറയുന്നത് ശരിയാ. മിട്ടുവിന്റെ ഇന്നു മുതൽ രണ്ടമ്മ. നമുക്ക് രണ്ടുപേർക്കും അവന് സ്നേഹം കൊടുക്കാം. നമ്മളോടൊപ്പം അവന് സന്തോഷിച്ച് ജീവിക്കും. ഇത് കേട്ട് മൈനയും സന്തോഷിച്ചു. അതിനുശേഷം എല്ലാ പറവകളും ആ ഗുഹയിൽ നിന്ന് പുറത്തു വന്ന് അവരുടെ കാട്ടിലേക്ക് പറന്നു പോയി.